ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തിരുനബി ചരിത്രം. പ്രതിരോധയത്നങ്ങൾ. ഹിജ്റ കഴിഞ്ഞു 18-ാമത്തെ മാസം അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ മക്കക്കാരുടെ ഒരു സാർത്ഥവാഹക സംഘം സിറിയയിൽ നിന്നും മടങ്ങിവരികയായിരുന്നു. ഈ സാർത്ഥവാഹക സംഘത്തിനു സംരക്ഷണം നൽകാനെന്ന വ്യാജേന മക്കക്കാർ ഒരു വലിയ സൈന്യത്തെ സംഘടിപ്പിച്ചു മദീനയിലേക്ക് അയക്കാൻ തീർച്ചയാക്കി. മക്കക്കാരുടെ ഈ നീക്കത്തെപ്പറ്റി തിരുനബിക്ക് അറിവ് കിട്ടി. ശത്രുക്കൾക്ക് അവരുടെ അതേ നാണയത്തിൽ തിരിച്ചു കൊടുക്കേണ്ട സമയമായെന്ന് തിരുനബിക്ക് ദൈവം വെളിപാടറിയിച്ചു. അങ്ങനെ ഏതാനും അനുയായികളോടൊപ്പം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്നും പുറപ്പെട്ടു. സിറിയയിൽ നിന്നു വരുന്ന ഒരു ഒട്ടക സംഘത്തെയോ മക്കയിൽ നിന്നുള്ള ഒരു സൈന്യത്തെയോ ഈ മുസ്ലിം സമൂഹത്തിന് നേരിടേണ്ടി വരുമെന്ന് അവരിൽ ആരും തന്നെ ആ സമയത്ത് അറിഞ്ഞിരുന്നില്ല. അവർ ആകെ കൂടി 300-ൽ പരം ആളുകൾ മാത്രം. അക്കാലത്തെ ഒരു സാർത്ഥവാഹക സംഘം കച്ചവട സാമാനങ്ങൾ വഹിച്ച കുറേ ഒട്ടകങ്ങൾ മാത്രമായിരുന്നില്ല. പരിചയസമ്പന്നരായ യോദ്ധാക്കൾ യാത്രാ സംഘത്തിനു അകമ്പടി സേവിക്കുമായിരുന്നു. മക്കക്കാരും മുസ്ലിങ്ങളും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചു വരുന്നതിനാൽ ആ അകമ്പടി സേനയെ ആയുധവൽക്കരിക്കാൻ മക്കക്കാരായ നേതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കാതിരുന്നില്ല. അല്പം മുമ്പേ 2 സാർത്ഥവാഹക സംഘങ്ങൾ ഇതേ വഴിയിലൂടെ കടന്നുപോയിരുന്നതായി ചരിത്രത്തിൽ നിന്നും സിദ്ധിക്കുന്നുണ്ട്. അവയിലൊന്നിന്റെ കൂടെ 200-ഉം മറ്റേതിന്റെ കൂടെ 300-ഉം രക്ഷാഭടന്മാരുണ്ടായിരുന്നു. ക്രിസ്തീയ ഗ്രന്ഥകാരന്മാർ പറയും പോലെ നിരായുധവും നിസ്സഹായവുമായ ഒരു കച്ചവട സംഘത്തെ ആക്രമിക്കാനായി മുഹമ്മദ് നബി തന്റെ അനുയായികളായ 300 പേരെയും കൂട്ടി പുറപ്പെടുകയല്ലയുണ്ടായത്. ഈ ആരോപണം അടിസ്ഥാനരഹിതവും അങ്ങേയറ്റം ദുരുദ്ദേശ്യപരവുമാണ്. സിറിയയിൽ നിന്നുള്ള കച്ചവട സംഘം വമ്പിച്ചതായിരുന്നു. അതിന്റെ വലിപ്പവും മറ്റു കച്ചവട സംഘങ്ങളെ അനുഗമിച്ചിരുന്ന രക്ഷാസൈന്യത്തിന്റെ വലിപ്പവും താരതമ്യപ്പെടുത്തുമ്പോൾ 400-ഓ 500-ഓ സായുധപ്പടയാളികളടങ്ങിയ ഒരു രക്ഷാസേന സിറിയയിൽ നിന്നുള്ള സാർത്ഥവാഹക സംഘത്തോടൊപ്പമുണ്ടായിരുന്നുവെന്ന് ന്യായമായും അനുമാനിക്കാം. ഇത്രയും ശക്തിമത്തായ ഒരു യോദ്ധൃഗണത്തിന്റെ അകമ്പടിയോട് കൂടിയ ആ കച്ചവട സംഘത്തെ ആക്രമിക്കാനും കൊള്ളയടിക്കാനും വേണ്ടി വേണ്ടത്ര ആയുധങ്ങളില്ലാതെ 300 പേർ മാത്രമടങ്ങിയ ആ ദുർബല സംഘത്തെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നയിച്ചു എന്ന് പറയുന്നത് തികഞ്ഞ അനീതിയാണ്. ഇസ്ലാമിനെതിരിൽ കടുത്ത വിദ്വേഷവും പക്ഷപാതവും പുലർത്തുന്നവർക്കല്ലാതെ അങ്ങനെ പറയാനാവില്ല. ഈ സാർത്ഥവാഹക സംഘത്തെ മാത്രം നേരിടാനായിട്ടാണ് ഈ മുസ്ലിം സംഘം ഒരുങ്ങിപ്പുറപ്പെട്ടതെങ്കിൽ അവരുടെ ആ സാഹസം ഒരു ഭയങ്കര യുദ്ധസാഹസമായി വിവരിക്കപ്പെടണം. കാരണം മദീനയിൽ നിന്നുള്ള മുസ്ലിം സംഘം എണ്ണത്തിൽ വളരെ കുറഞ്ഞവരും ആയുധബലമില്ലാത്തവരുമായിരുന്നപ്പോൾ മക്കക്കാരുടെ കച്ചവട സംഘം ആൾബലത്തിലും ആയുധബലത്തിലും അവരെക്കാൾ എത്രയോ മികച്ചു നിന്നിരുന്നു. കൂടാതെ മദീനയിലെ മുസ്ലിങ്ങൾക്കെതിരിൽ അവർ നീണ്ട കാലമായി ശത്രുതാ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു വരികയുമായിരുന്നു. യഥാർത്ഥത്തിൽ ഈ ചെറിയ മുസ്ലിം സംഘം മദീനയിൽ നിന്നും പുറപ്പെടാനിടയാക്കിയ പരിതസ്ഥിതി ഗൗരവമേറിയതായിരുന്നു. സിറിയയിൽ നിന്നുള്ള കച്ചവട സംഘത്തെയോ മക്കയിൽ നിന്നുള്ള സേനയെയോ ഏതിനെയാണ് തങ്ങൾക്ക് നേരിടേണ്ടി വരികയെന്ന് അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു എന്ന് മുകളിൽ പറഞ്ഞുവല്ലോ. അവർ അകപ്പെട്ട ഈ അനിശ്ചിതാവസ്ഥകളെപ്പറ്റി ഖുർആനിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ മുസ്ലിങ്ങൾ എന്തിനും തയ്യാറായിരുന്നു. ഏതൊരു അനിശ്ചിതാന്തരീക്ഷത്തിലാണോ മുസ്ലിങ്ങൾ മദീനയിൽ നിന്നും പുറപ്പെട്ടത്, അത് അവരുടെ വിശ്വാസദാർഢ്യത്തെയും അതിമഹത്തായ ആത്മാർത്ഥതയെയും ഉച്ചത്തിൽ വിളിച്ചു പറയുന്നു. മദീനയിൽ നിന്നും കുറേ ദൂരത്തോളം എത്തിക്കഴിഞ്ഞ ശേഷമാണ് തങ്ങൾക്ക് ആ ചെറിയ സിറിയൻ കച്ചവട സംഘത്തെയല്ല, മക്കക്കാരുടെ ഒരു മഹാസേനയെയാണ് എതിരിടേണ്ടിയിരിക്കുന്നതെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചത്. മക്കക്കാരുടെ സൈന്യത്തിന്റെ സംഖ്യാബലത്തെയും ശക്തിയെയും സംബന്ധിച്ചു മുസ്ലിങ്ങൾ പല വിധത്തിലാണ് കണക്കുകൂട്ടിയിട്ടുള്ളത്.
എന്നാൽ എത്രയും മിതമായ കണക്കുകളെ ആധാരമാക്കി പറയുകയാണെങ്കിൽ തന്നെ നല്ല പയറ്റിത്തെളിഞ്ഞ 1000-ഓളം ഭടന്മാർ മക്കാസേനയിലുണ്ടായിരുന്നു. തിരുനബിയെ അനുഗമിച്ചിരുന്നവരാണെങ്കിൽ 313 പേർ മാത്രവും. ഇവരിൽ തന്നെ വലിയൊരു വിഭാഗം യുദ്ധമുറകൾ അറിയാത്തവരും പരിചയം കുറഞ്ഞവരുമായിരുന്നു. ഇതിനെല്ലാം പുറമെ അവർക്ക് വേണ്ടത്ര ആയുധങ്ങളുമില്ലായിരുന്നു. അവരിൽ ബഹുഭൂരിപക്ഷവും കാൽനടയായിട്ടാണ് പുറപ്പെട്ടത്, അല്ലെങ്കിൽ ഒട്ടകപ്പുറത്ത് കയറിയിട്ട്. അവർക്കാകെ കൂടി 2 കുതിരകളെ ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ ഒരു യുദ്ധത്തിനാവശ്യമായ ആയുധ സജ്ജീകരണങ്ങളൊന്നും കൂടാതെ യുദ്ധപരിചയം തന്നെയില്ലാത്ത ആ സംഘത്തിനു അതിനേക്കാൾ 3 മടങ്ങ് സംഖ്യാബലമുള്ളതും വീരപോരാളികളടങ്ങിയതുമായ ഒരു ശത്രുസേനാ വിഭാഗത്തെയാണ് എതിരിടേണ്ടി വന്നത്. ലോക ചരിത്രത്തിൽ തന്നെ ഇത്രയും ആപൽക്കരമായ ഒരു സംരംഭം വേറെ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ലെന്നു പറഞ്ഞാൽ അത് തെറ്റല്ല. അറിവില്ലാതെയും പൂർണ്ണമായ മനസ്സമ്മതമില്ലാതെയും ആത്മാർത്ഥതയോടുകൂടിയല്ലാതെയും ആരും ആ സംരംഭത്തിൽ പങ്കാളികളായിട്ടില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടത് ആവശ്യമാണെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരുതി. ആകയാൽ സിറിയയിൽ നിന്നുള്ള സാർത്ഥവാഹക സംഘത്തെയല്ല, മക്കക്കാരുടെ ഒരു ഗംഭീര സേനയെ തന്നെയാണ് നേരിടേണ്ടിയിരിക്കുന്നതെന്ന് തന്റെ കൂട്ടുകാരോട് അവിടന്ന് തുറന്നു പറയുകയും അവരുടെ അഭിപ്രായം ആരായുകയുമുണ്ടായി. തദവസരത്തിൽ മക്കക്കാരായ അനുയായികൾ ഓരോരുത്തരായി എഴുന്നേറ്റ് തങ്ങളുടെ കൂറു സമരാവേശവും മാത്രമല്ല, മുസ്ലിങ്ങളെ മദീനത്തു കടന്നാക്രമിക്കാൻ ഒരുങ്ങിപ്പുറപ്പെട്ട മക്കക്കാരുടെ സൈന്യത്തിനെതിരായി പൊരുതി മരിക്കാനുള്ള ഉൾക്കരുത്തും പ്രകടിപ്പിച്ചു തുടങ്ങി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെയും ചോദിച്ചുകൊണ്ടേയിരുന്നുവെങ്കിലും ഓരോ അവസരത്തിലും മക്കക്കാരായ മുസ്ലിങ്ങളാണ് ഉത്തരം നൽകിയത്. അവിടുന്ന് വീണ്ടും അഭിപ്രായമാരാഞ്ഞു. എന്തെന്നാൽ മദീനയിലെ മുസ്ലിങ്ങൾ നിശബ്ദത പാലിക്കുകയായിരുന്നു. തിരുമേനിയോടൊപ്പം മദീനയിലേക്കു താമസം മാറ്റിയവരും ആ ചെറുയോധൃ സംഘത്തിൽ ഉൾപ്പെട്ടവരുമായ മുസ്ലിങ്ങൾക്ക് രക്തബന്ധമുള്ള മക്കക്കാരായ ശത്രുക്കൾക്കെതിരിൽ യുദ്ധം ചെയ്യാനുള്ള തങ്ങളുടെ ആവേശം മക്കക്കാരായ ഭ്രാതാക്കളുടെ മനോവികാരങ്ങളെ വ്രണപ്പെടുത്തിയേക്കുമെന്ന് ഭയന്നാണ് അവർ മടിച്ചു നിന്നിരുന്നത്. എന്നാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും അഭിപ്രായം ആരാഞ്ഞുകൊണ്ടിരുന്നപ്പോൾ മദീന മുസ്ലിങ്ങളിൽ ഒരാൾ എഴുന്നേറ്റ് ഇപ്രകാരം പറഞ്ഞു: അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയ്ക്കാവശ്യമായ അനുകൂലാഭിപ്രായങ്ങൾ ലഭിക്കുന്നുണ്ടായിട്ടും പിന്നെയും ചോദിച്ചു കൊണ്ടിരിക്കുന്നത് മദീന മുസ്ലിങ്ങളായ ഞങ്ങളെ ഉദ്ദേശിച്ചാണോ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ എന്നുത്തരമരുളി. ആ മദീന മുസ്ലിം ഇപ്രകാരം മറുപടി നൽകി: അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് ഞങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ അങ്ങും അങ്ങയോടൊപ്പം മദീനയിൽ അഭയം പ്രാപിച്ച മറ്റു മുസ്ലിങ്ങളും മദീനത്തു വെച്ച് ആക്രമിക്കപ്പെടുന്ന പക്ഷം അങ്ങയുടെ ഭാഗത്തു ചേർന്ന് യുദ്ധം ചെയ്യാമെന്നാണ് ഞങ്ങൾ സമ്മതിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ നാമെല്ലാം മദീനത്തു നിന്ന് പുറത്തേക്ക് വന്നിരിക്കയാൽ ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്ന സ്ഥിതിവിശേഷത്തിൽ അന്നത്തെ ആ കരാറിലെ നിബന്ധനകൾ ബാധകമാകുന്നില്ലെന്ന് അങ്ങ് കരുതുന്നുണ്ടാവാം. എന്നാൽ അല്ലാഹുവിന്റെ റസൂലേ, ആ കരാറുണ്ടാക്കിയ കാലത്ത് ഇന്നു ഞങ്ങൾ അങ്ങയെ അറിയുന്നത് പോലെ പൂർണ്ണമായും അറിഞ്ഞിരുന്നില്ല. അങ്ങ് അത്യുന്നതമായ ആത്മീയ പദവിയിലാണ് വിരാജിക്കുന്നതെന്ന് ഇന്നു ഞങ്ങൾക്ക് നല്ല പോലെ അറിയാം. ആകയാൽ ഞങ്ങൾ ആദ്യമുണ്ടാക്കിയ ആ കരാർ ഗണ്യമാക്കാനില്ല. ഇന്നു ഞങ്ങൾ അങ്ങയുടെ പിന്നിൽ ഉറച്ചു നിൽക്കുന്നു. അങ്ങ് എന്തു കൽപ്പിച്ചാലും ഞങ്ങൾ അതനുസരിക്കാൻ തയ്യാറാണ്. ഇസ്രായേല്യർ മോശയോട് പറഞ്ഞതുപോലെ നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്യുവിൻ, ഞങ്ങൾ ഇവിടെ ഇരുന്നു കൊള്ളാമെന്നു ഞങ്ങൾ പറയുകയില്ല. യുദ്ധം ചെയ്യണമെന്നാണെങ്കിൽ അങ്ങയുടെ ഇടത്തും വലത്തും മുമ്പിലും പിന്നിലും ഞങ്ങൾ പൊരുതും. അങ്ങയുടെ മേൽ കൈവെക്കാനാണ് ശത്രുവിന്റെ മോഹമെന്നു ഞങ്ങൾക്കറിയാം. എന്നാൽ ഞങ്ങൾ അതിനനുവദിക്കില്ല. ഞങ്ങളുടെ ശവദേഹങ്ങളിൽ ചവിട്ടിക്കൊണ്ടല്ലാതെ അങ്ങയെ തൊടാൻ പോലും അവർക്ക് കഴിയുകയില്ലെന്ന് ഞങ്ങളിതാ ഉറപ്പു നൽകുന്നു. അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് യുദ്ധത്തിനായിട്ട് ഞങ്ങളെ ക്ഷണിക്കുന്നു. എന്നാൽ ഞങ്ങൾ അതിലപ്പുറവും ചെയ്യാനൊരുക്കം. അതാ അങ്ങകലത്തല്ലാതെ സമുദ്രം.
അതിലേക്ക് കുതിക്കണമെന്നാണ് അങ്ങ് കൽപ്പിക്കുന്നതെങ്കിൽ ഞങ്ങൾ അതിനും തയ്യാർ. ആദ്യകാല മുസ്ലിങ്ങൾ പ്രകടിപ്പിച്ചിരുന്ന ഭക്ത്യാവേശവും ത്യാഗസന്നദ്ധതയും അതായിരുന്നു. ലോക ചരിത്രത്തിൽ തന്നെ അതിനൊരു ഉദാഹരണം കണ്ടെത്തുകയില്ല. മൂസാ നബിയുടെ അനുയായികളുടെ സ്ഥിതി മുകളിൽ പറഞ്ഞു. യേശുവിൻ്റെ അനുയായികളാണെങ്കിൽ ഏറ്റവും സന്നിഗ്ധമായ ഒരു ഘട്ടത്തിൽ യേശുവിനെ കൈയൊഴിയുകയാണുണ്ടായത്. അവരിൽ ഒരാൾ ഏതാനും വെള്ളിത്തൊട്ടുകൾക്ക് വേണ്ടിയാണ് ഗുരുവര്യനെ ഉപേക്ഷിച്ചു കളഞ്ഞത്. മറ്റൊരാൾ യേശുവിനെ ശപിച്ചു. ബാക്കിയുള്ള 10 പേർ ഓടിമറഞ്ഞു. മദീനയിലെ മുസ്ലിങ്ങൾ തിരുമേനിയുടെ അനുചരരായിട്ടു 1.5 കൊല്ലമേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അത്രയും ചുരുങ്ങിയ കാലയളവിനുള്ളിൽ അവർ അത്രയ്ക്കും ദൃഢവിശ്വാസികളായി മാറി. കടലിലേക്ക് കുതിക്കണമെന്നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുന്നതെങ്കിൽ അതിനും തയ്യാറാകുന്ന മട്ടിൽ അവർ തിരുനബിയുടെ ഭക്താനുയായികളായി തീർന്നു. അങ്ങനെയുള്ളവരോടാണ് തിരുമേനി അഭിപ്രായം ചോദിച്ചത്. തൻ്റെ അനുയായികളുടെ കൂറും ഭക്തിയും തിരുനബിക്കറിയാമായിരുന്നെങ്കിലും ദുർബലമാനസരെയും ആത്മാർത്ഥത കുറഞ്ഞവരെയും ആ യുദ്ധത്തിൽ നിന്നും അകറ്റി നിർത്തുന്നതിനു വേണ്ടിയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഹിതമാരാഞ്ഞത്. എന്നാൽ മക്കക്കാരും മദീനക്കാരുമായ മുസ്ലിങ്ങൾ തങ്ങളുടെ ഭക്തി പ്രകടിപ്പിക്കുന്നതിൽ മത്സരിക്കുകയാണെന്ന് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. ശത്രുക്കൾ തങ്ങളെക്കാൾ 3 ഇരട്ടിയുണ്ടെന്നു വന്നാലും ധനുർവിദ്യയിലും യുദ്ധതന്ത്രങ്ങളിലും തങ്ങളെ അതിശയിക്കുന്നവരാണെങ്കിലും അസ്ത്രശസ്ത്രങ്ങളിൽ മികച്ചു നിൽക്കുന്നവരായാലും അവരുടെ മുമ്പിൽ ഒരിക്കലും തോറ്റോടുന്നതല്ലെന്നു അവർ ഒന്നടങ്കം ഉറച്ചു കഴിഞ്ഞിരുന്നു. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ അവർക്കിളകാത്ത വിശ്വാസമായിരുന്നു. ഇസ്ലാമിൻ്റെ രക്ഷയ്ക്കായി ജീവിത സർവസ്വം അടിയറവെക്കാൻ അവർ സന്നദ്ധരായിരുന്നു.